എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2. ഇവിടെ ഈ റൂട്ടിനകത്ത് കിടക്കുന്നതിന്, അതായത് എക്സ് പ്ലസ് 2ന് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അറിയാം, എക്സിന്റെ ഡെറിവേറ്റീവ് 1, 2ന്റെ ഡെറിവേറ്റീവ് 0, ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1. അപ്പൊ ഡി ടി എന്ന് പറയുന്നത് ഡി എക്സ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ ഫംഗ്ഷനിൽ ഒരു എക്സ് എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ട്. അപ്പൊ അതിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ടി എന്ന വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് കണ്ട ഈ എടുക്കുന്നതിൽ നിന്ന് തന്നെ ടി ഈക്വൽ ടു എക്സ് പ്ലസ് 2ൽ നിന്ന് തന്നെ എക്സ് എഴുതും, എക്സ് ഈക്വൽ ടു ടി മൈനസ് 2. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് പകരം ടി മൈനസ് 2 റൂട്ട് ടി. റൂട്ട് ടി എന്ന് പറയുന്ന ടി റേസ് 1/2 ആണ്. പിന്നെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ടി ഇൻറ്റു ടി റേസ് 1/2 മൈനസ് 2 ഇൻറ്റു ടി റേസ് 1/2 ഡി ടി. ഇത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. എ റേസ് ടു എം പ്ലസ് എൻ ടി റേസ് ടു 1 പ്ലസ് 1 പ്ലസ് 2 ടി റേസ് ടു 3/2 മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1/2 ഡി ടി. ഇത് സെപ്പറേറ്റ് ഓരോന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ടി റേസ് ടു 3/2ന്റെ ഇൻറ്റഗ്രേഷൻ ടി റേസ് ടു 5/2 ഡിവൈഡഡ് ബൈ 5/2. 2 കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു. ഇന്റഗ്രൽ ടി റേസ് ടു 1/2ന്റെ ഇന്റഗ്രേഷൻ ടി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2/5 ടി റേസ് ടു 5/2 മൈനസ് 4/3 ടി റേസ് ടു 3/2 പ്ലസ് ടി. ഇവിടെ ടിക്ക് പകരം എക്സ് പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2/5 ഈക്വൽ ടു എക്സ് പ്ലസ് 2 raised to 5/2 minus 4/3 into x plus 2 the whole raised to 3/2 plus c. ഈ ഇന്റഗ്രേഷനിൽ c എന്ന് പറയുന്ന ടേം ഇടാൻ മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് 2x സ്ക്വയർ ഡി എക്സ്. ഇവിടെ 1 പ്ലസ് 2x സ്ക്വയറിന് നമുക്ക് ടീന്ന് കൊടുക്കാം. കാരണം ഇതിനകത്ത് കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് 2x സ്ക്വയർ 4x എന്നുള്ള, അപ്പൊ ഇവിടെ എക്സ് ഉണ്ടല്ലോ, കോൺസ്റ്റന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് 2x സ്ക്വയർ ഡി എക്സിൽ 1 പ്ലസ് 2x സ്ക്വയറിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 4x. നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ് ഡി എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് ഡി എക്സ് മാത്രം എടുത്ത് എഴുതുക. അതായത് എക്സ് ഡി എക്സ് ഈക്വൽ ടു 4 എന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വരിക. അപ്പോൾ ഡി ടി ബൈ 4, എക്സ് ഡി എക്സിന് പകരം ഡി ടി ബൈ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ റൂട്ട് ടി ബൈ 4 ഇൻറ്റു ഡി ടി. 1/4 കോൺസ്റ്റന്റ്. റൂട്ട് ടി എന്ന് പറയുന്ന ടി റേസ് ടു 1/2. അതിന്റെ ഇന്റഗ്രേഷൻ ടി റേസ് ടു 3/2 ബൈ 3/2 പ്ലസ് സി. ഇത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2 4 കൂടെ ക്യാൻസൽ ആകും. അപ്പോൾ 1/6 ടി റേസ് ടു 3/2. ടിക്ക് പകരം 1 പ്ലസ് 2x സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. തിരിച്ച് എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. 4x പ്ലസ് 2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 1 എന്നാണ്. അപ്പൊ നമുക്കിവിടെ 4x പ്ലസ് 2 ഉണ്ട്. അതിൽ നിന്നൊരു 2 ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2x പ്ലസ് 1 എന്ന് വരും. അപ്പൊ ഈ റൂട്ടിനകത്ത് കിടക്കുന്നതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസിയേഷൻ ഇവിടെ ഉണ്ട്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2x പ്ലസ് 1 എന്ന് പറയുന്ന ഡി ടി ബൈ ഡി എക്സ്. അപ്പൊ 2x പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇവിടെ ക്വസ്റ്റ്യനിൽ 2 കോൺസ്റ്റന്റ് അത് അവിടെ എഴുതിയിരിക്കുന്നു. പിന്നെ ഇതിന് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ന് പകരം റൂട്ട് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2x പ്ലസ് 1 ഡി എക്സിന് പകരം ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡയറക്റ്റ് ഇന്റഗ്രേഷൻ 2 ഇൻറ്റു ടി റേസ് ടു 3/2 ബൈ 3/2 പ്ലസ് സി. അറേഞ്ച് ചെയ്ത് എഴുതുക. പിന്നെ അവസാനം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 1/x മൈനസ് റൂട്ട് എക്സ് ഡി എക്സ്. ഇവിടെ നമുക്കൊരു അറേഞ്ച്മെന്റ് ഡിനോമിനേറ്ററിൽ നടക്കണം, എന്നാലേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂ. അതായത് എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് എക്സിന് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ റൂട്ട് എക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു റൂട്ട് എക്സ് ഇവിടെ വരും. ഈ റൂട്ട് എക്സ് പുറത്തെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഒരു 1 വരും. അതായത് 1/√x ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1 ഡി എക്സ്. ഇവിടെ റൂട്ട് എക്സ് മൈനസ് 1ന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് എക്സിന്റെ ഡിഫറൻസിയേഷൻ അറിയാമല്ലോ, 1/2 റൂട്ട് എക്സ് ഡി ടി ബൈ ഡി എക്സ്. ഡി ടി ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് ഡി എക്സ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 1/√x ഡി എക്സ് എന്നേ വരും. അപ്പോൾ എന്ത് ചെയ്യണം, 2നെ ഒന്ന് ഡി ടി കൊടുക്കണം. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അതിനെ
മൾട്ടിപ്ലൈ ചെയ്തു. 2dt ഈക്വൽ ടു 1/√x dx. അപ്പൊ ഇന്റഗ്രൽ 2dt/t 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഇന്റഗ്രൽ 1/t dt 2 log mod t പ്ലസ് t. ടിക്ക് പകരം √x - 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രേഷന്റെ ആ ഒരു ഇക്വേഷൻസ് എല്ലാവരും പഠിക്കണേ. ഇന്റഗ്രൽ x/√x+4 dx. ഇവിടെ റൂട്ടുള്ള ഫംഗ്ഷൻ മിക്കവാറും ക്വസ്റ്റ്യനിൽ റൂട്ടിൽ വരുന്ന ഫംഗ്ഷൻസിനായിരിക്കും നമ്മൾ t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ t ഈക്വൽ ടു x+4. അതിന്റെ ഡെറിവേറ്റീവ് വരുന്നത് dt/dx ഈക്വൽ ടു 1, dt ഈക്വൽ ടു dx. പിന്നെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ x dx എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ അപ്പോൾ എക്സിന് ഇവിടെ വരുന്നില്ലല്ലോ, x ഈക്വൽ ടു dt എന്നാണ് വരുന്നത്. അപ്പോൾ എക്സിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ എടുത്തിരിക്കുന്ന ടിയിൽ നിന്ന് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുക. ടി എന്ന് പറയുന്നത് x+4 ആയതുകൊണ്ട് x ഈക്വൽ ടു t-4. ഇവിടെ എക്സിന് പകരം t-4 എന്നും √x+4 എന്ന് വരാം √t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ന്യൂമറേറ്ററിൽ 2 ടേമും ഡിനോമിനേറ്ററിൽ 1 ടേമും ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് t/√t മൈനസ് 4/√t dt. ഇത് a⁻m/a⁻n ഈക്വൽ ടു a⁻m-n. അങ്ങനെ വെറും ടിക്ക് പവർ ഒന്നും ഇല്ലെങ്കിൽ t⁻1 എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ t⁻1 - 1/2, അതായത് t⁻1/2. ഇവിടെ 1/t⁻1/2 എന്ന് വരും. പവർ മേളിൽ പോകുമ്പോൾ t⁻1/2, അതായത് 1/√t നമുക്ക് t⁻1/2 എന്ന് എഴുതാം. ഇവിടെ ഇന്റഗ്രൽ x⁻n ആ ഫോം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ t⁻3/2/3/2 4 കോൺസ്റ്റന്റ്, ഇതിൻ്റെ t⁻1/2/1/2. ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2/3 ഇൻറ്റു ടിക്ക് പകരം x+4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x+4 3/2 മൈനസ് 8 ഇൻറ്റു x+4 1/2 പ്ലസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ x³ - 1/1/3 x⁵5 dx. ഇവിടെ നമുക്ക് ഈ ഒരു ഫംഗ്ഷന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് വരുന്നത് x³ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു 3x² എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അതായത് x² ടേം ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ x⁵5 ആണുള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. x² ഇൻറ്റു x³ എന്ന് എഴുതണം. x³ - 1ന് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് x³ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, t+1. പിന്നെ ഈ t എന്ന് പറയുന്നതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dt/dx ഈക്വൽ ടു x³ 3x², 1ൻ്റെ 0. അപ്പോൾ dt ഈക്വൽ ടു 3x² dx. ക്വസ്റ്റ്യനിൽ x³ - 1/1/3 x³ പോയി കഴിഞ്ഞാൽ പിന്നെ x² dx ഉള്ളൂ. അപ്പോൾ x² dxന് പകരം dt/3 എന്ന് എഴുതാം. ഇവിടെ x³ പകരം നമ്മൾ ഈ എടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അറേഞ്ച് ചെയ്ത് x³ ഈക്വൽ ടു t+1 എന്ന് എടുക്കും. അപ്പൊ x³ - 1ന് പകരം t എന്നും ഈ x³ പകരം t+1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. t⁻1/3 ഇൻറ്റു t പ്ലസ് t⁻1/3 dt. t⁻1/3 ഇൻറ്റു t എന്ന് പറയുന്നത് t⁻4/3 പ്ലസ് t⁻1/3 dt. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t⁻7/3/7/3 പ്ലസ് t⁻4/3/4/3. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ 3യും 3യും കൂടെ ക്യാൻസൽ ആവും. ഈ 1/3 എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഫുൾ ഉള്ളതാണ്. അപ്പോൾ ഓരോന്നിനെയും 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ 1/7 ഇൻറ്റു x³ - 1/7/3 പ്ലസ് 1/4 x³ - 1/4/3 പ്ലസ് 3.